നമസ്കാരം. സഹകാരിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാറി വരുന്ന എക്സാമിനേഷൻ പാറ്റേണുകൾ, മാറ്റത്തിനൊത്ത് CSEBയും അതിലേക്കായി ഉദ്യോഗാർത്ഥികളെ സഹകരണ മേഖലയിലേക്ക് ജോലിയിലേക്ക് പ്രാപ്തരാക്കാൻ വേണ്ടി ഒപ്പം സഹകാരിയും. ഇന്ന് നടക്കുന്ന CSEB എക്സാമിനേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. സബ്ജക്ട് വൈസ് ഒക്കെ ഈസി ആയിരുന്നോ? കോപ്പറേറ്റീവ് ലോ, ബാങ്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ലോ ബുദ്ധിമുട്ടാണല്ലേ? അക്കൗണ്ടിങ് ആണെങ്കിലോ? അക്കൗണ്ടിങ്ങും കുഴപ്പമില്ലായിരുന്നു. ടൈം മാനേജ്മെന്റ് ഈസി ആയിരുന്നോ? കാരണം 100 മാർക്കിലോട്ട് വന്നു, ടൈം അഡ്ജസ്റ്റ് ആയി, മറ്റേ 160 100 കുഴപ്പമില്ല. അപ്പൊ മാത്സും ഇംഗ്ലീഷും GK ഒക്കെ ചെയ്യാൻ പറ്റുമോ? അത് പുതുതായിട്ട് ആഡ് ആയതാണല്ലോ. അപ്പൊ അത് കുറച്ചുകൂടി ആദ്യത്തെ ഘട്ടം എഴുതിയായിരുന്നോ? 160 അല്ല, അതിനുശേഷം ആദ്യമായിട്ട് നടന്ന 3 മാസം മുമ്പ് നടന്ന ഘട്ടം എഴുതിയായിരുന്നു. അതെങ്ങനെയാ ഫീൽ ചെയ്തത്? അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു എളുപ്പമായിരുന്നു കുറച്ചുകൂടി? 100 മാർക്കിന്റെയാണ് കുറച്ചുകൂടി എളുപ്പമാണ്. 100 മാർക്കിന് ഇത് രണ്ടാമത്തെ സെക്ഷനിലേ നടത്തുന്നത്. ആദ്യത്തെ സെക്ഷൻ എഴുതി നോക്കിയായിരുന്നോ? തുടക്കത്തിൽ ട്രൈ ചെയ്തത് ആ ഫസ്റ്റത്തെ ട്രയൽ പോലെ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് ഈസി ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എല്ലാ സബ്ജക്റ്റും ഒരുപോലെയാണോ തോന്നിയത്, അതോ ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തോ? കുഴപ്പമില്ല, എല്ലാം ഒരു ആവറേജ് ആണ്. അതെല്ലാം നല്ല എബോവ് ആവറേജ് ആണ്. ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എക്സാം? എഴുതി. ഓക്കെ, കിട്ടുമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. എക്സാമിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് ടഫായിരുന്നു. ഏത് മേഖലയാണ് ടഫായിട്ട് ഫീൽ ചെയ്തത്? പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് സബ്ജക്ട് ആയിരുന്നാലും നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നാലും മാത്സ് ആയിരുന്നാലും എല്ലാം കുഴപ്പമില്ലായിരുന്നു. നോർമൽ PSC ലെവലിലേക്ക് മാറി ഇപ്പൊ CSEB. അപ്പൊ അതുതന്നെ അതെങ്ങനെയാ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഫീൽ ചെയ്ത്? മൊത്തം സബ്ജക്ട് മാത്രമായിട്ടുള്ളതാണോ ഈസി 160 മാർക്കിന്, അതോ ഈ 100 മാർക്കിന്റെതാണോ ഏറ്റവും എളുപ്പമായിട്ട്? കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയില്ല. അതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അത്രയും ക്വസ്റ്റ്യൻ കുറച്ച് അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. 60 ക്വസ്റ്റ്യൻ സ്കിപ്പായി കിട്ടിയിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ഓവറോൾ ഇപ്പൊ എക്സാമിനേഷൻ എങ്ങനെയാ ഫീൽ ചെയ്തത്? കുറച്ച് ടഫായിട്ടാണ്. ഇതിന്റെ മുന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ടഫാണ് അല്ലേ? നേരത്തെ ഇംഗ്ലീഷൊക്കെ കുറച്ചുകൂടെ കിട്ടാറുണ്ടായിരുന്നു. ഇംഗ്ലീഷും പണി തന്നതാണോ? ഓക്കെ. ഓവറോൾ ഞങ്ങളുടെ സഹകാരിയുടെ ക്ലാസ് ഒക്കെ കാണാറുണ്ടോ? സ്റ്റുഡന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ല ക്ലാസ് ആണ്. ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് കവറായി വരുന്നതേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവെ നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാം. തീർച്ചയായും. ഞങ്ങളുടെ മാരത്തൺ ക്ലാസ് ഉണ്ടോ? കുറച്ച് കണ്ടായിരുന്നു. ഞാൻ കേറിയ ടൈമില് എനിക്ക് ഒരു പരിചയമില്ലാത്ത ടോപ്പിക്, അപ്പൊ കിളി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അറിയാവുന്ന ടോപ്പിക് മാത്രം നോക്കിയുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് കാണുക, ക്ലാസ്സിന് കൃത്യമായിട്ട് വരിക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് അതൊക്കെ എളുപ്പമായിരുന്നു. പക്ഷേ മാത്സും കുഴപ്പമില്ല. GKയും നോർമൽ ആയിരുന്നു. എങ്ങനെയുണ്ട് മറ്റു സബ്ജക്ട്? അക്കൗണ്ടിങ്, കോപ്പറേറ്റീവ് എങ്ങനെയായിരുന്നു? സെക്ഷനൊക്കെ കുറച്ച് കൺഫ്യൂസ് ആയി. ഇച്ചിരി ഡീപ്പായിട്ട് ചോദിച്ചു. സാധാരണയേക്കാൾ കുറച്ചുകൂടി കടുപ്പിച്ചാണ് ചോദിച്ചത്. അങ്ങനെയാണ്. പക്ഷേ ബാക്കി മറ്റേ ജനറൽ കാറ്റഗറി ഒക്കെ എളുപ്പമായിരുന്നു. നിങ്ങളുടെ സഹകാരിയുടെ മാരത്തോൺ ക്ലാസ് ഒക്കെ കണ്ടായിരുന്നു? വല്ലപ്പോഴും കാണാറുണ്ട്. HSTക്ക് അവിടെ ആയിരുന്നു. എങ്ങനെ ഫീൽ ചെയ്തു? ഗുഡാണ്. ദെൻ ഓരോ ടീച്ചേഴ്സും പ്രത്യേകം യൂട്യൂബിൽ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. എക്സാമിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സബ്ജക്ട് വൈസ് എങ്ങനെയാ ഫീൽ ചെയ്തത്? വലിയ കുഴപ്പമില്ല. മാത്സ് ആണ് ടഫായിട്ട് ഫീൽ ചെയ്തത്. ചെയ്തിട്ട് ആൻസർ കിട്ടുന്നില്ല. ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലായിരുന്നു. GKയും കുഴപ്പമില്ല. മാത്സ് ആണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത്. അത് പുതുതായിട്ട് ആഡ് ഓൺ ആയി വന്നതുകൊണ്ട് അതിലോട്ട് എത്തിയില്ല അല്ലേ? അതേസമയം അക്കൗണ്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കോപ്പറേറ്റീവിലോ? കുഴപ്പമില്ല. ഓവറോൾ ബെസ്റ്റ് ആയിരുന്നു അല്ലേ? മാത്സ് ഒഴിച്ചാൽ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്ട് ഒന്നും കുഴപ്പമില്ല. സബ്ജക്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സബ്ജക്ട് കുറച്ചുകൂടി ഈസി ആക്കി. അതേസമയം പുതിയതായിട്ട് വന്ന ഇംഗ്ലീഷും GKയോ മാത്സ് ചെയ്യാൻ പറ്റിയോ? കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി. അതാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഈസിയാണോ കടുപ്പമാണോ? എക്സാം ഓവറാൾ എങ്ങനെ ഫീൽ ചെയ്തു? ഓവറാള് കഴിഞ്ഞതിനെ വെച്ച് നോക്കണമെങ്കിൽ കുറച്ച് ടഫായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ? ഫസ്റ്റ് ഘട്ടം നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കഷ്ടമായിരുന്നു. എനിവേ, സഹകാരിയുടെ ക്ലാസ് ഒക്കെ കാണാറുണ്ട്? എങ്ങനെ ഫീൽ ചെയ്തു? നല്ല ക്ലാസ് ആണ്. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് കാണുക, വീണ്ടും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.